എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നിട്ടുള്ള ഗ്രൂപ്പ് സി സിവിലിയൻ തസ്തികകളിലെ ഒഴിവുകളെ പറ്റിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിവിധ കമാൻഡുകളിലും എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസ്, എയർഫോഴ്സ് സ്റ്റേഷൻ, എയർഫോഴ്സ് റെക്കോർഡ് ഓഫീസ് എന്നിവിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 182 ഒഴിവുകളാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 3 ഇത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷകൾ കൊടുക്കേണ്ടത്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, ഓർഡിനറി ഗ്രേഡ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതാണ് ഉയർന്ന പ്രായപരിധിയിൽ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയായ സെപ്റ്റംബർ 3 അനുസരിച്ചാണ് പ്രായം കണക്കാക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ യോഗ്യത LDC, ഹിന്ദി ടൈപ്പിസ്റ്റ്, ഒരു അംഗീകൃത ബോർഡിൽ നിന്നുള്ള +2 പാസ്, കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വേർഡ്സ് പെർ മിനിറ്റ് അല്ലെങ്കിൽ ഹിന്ദി 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിൽ. കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്കിൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതി. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, ഓർഡിനറി ഗ്രേഡ്, ഒരു അംഗീകൃത ബോർഡിൽ നിന്നുള്ള 10ാം ക്ലാസ് പാസ്, കൂടാതെ ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഇതിനതിൽ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്തത് പേ ലെവൽ. 3 തസ്തികയുടെയും പേ ലെവൽ 2 അതായത് സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 19,900 അലവൻസ് ആയ DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 35,000 മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കുന്നതാണ്. സിലബസ് LDC ഹിന്ദി ടൈപ്പിസ്റ്റ്, ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് എന്നീ 4 സെക്ഷനുകളാണ് ഉണ്ടാവുക. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, കൂടാതെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനാണ് 100% വെയിറ്റേജ്. ട്രേഡ്, ഫിസിക്കൽ, സ്കിൽ ടെസ്റ്റ് ഇത് ക്വാളിഫയിങ് നേച്ചർ ആയിരിക്കും. അപേക്ഷാ ഫീസ് ഒരു വിഭാഗത്തിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓരോ യൂണിറ്റുകളിലും നിലവിലുള്ള ഒഴിവുകൾ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡ് ന്യൂഡൽഹി, ഹെഡ്ക്വാർട്ടേഴ്സ് ട്രെയിനിങ് കമാൻഡ്, ഹെഡ്ക്വാർട്ടേഴ്സ് മെയിൻ്റനൻസ് കമാൻഡ്, ഹെഡ്ക്വാർട്ടേഴ്സ് സെൻട്രൽ എയർ കമാൻഡ്, ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ്റ്റേൺ എയർ കമാൻഡ് എന്നതിൻ്റെ കീഴിൽ വരുന്ന വിവിധ എയർഫോഴ്സ് യൂണിറ്റുകളിലും എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസ് ന്യൂഡൽഹി, എയർഫോഴ്സ് സ്റ്റേഷൻ റേസ് കോഴ്സ് ന്യൂഡൽഹി, എയർഫോഴ്സ് റെക്കോർഡ് ഓഫീസ് സുബ്രതോ പാർക്ക് ന്യൂഡൽഹി എന്നിവിടങ്ങളിലുമാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ യൂണിറ്റുകളിലും നിലവിലുള്ള ഒഴിവുകൾ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷ A4 പേപ്പറിൽ വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്ന മാതൃക പോലെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വിദ്യാഭ്യാസ യോഗ്യത, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, SC/ST OBCക്കാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് മറ്റ് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ്. 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് സ്വന്തം മേൽവിലാസം എഴുതിയ ഒരു എൻവലപ്പ് കൂടി ഒപ്പം അയക്കണം. മേൽവിലാസം ടൈപ്പ് ചെയ്തതായിരിക്കണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ്. നിങ്ങൾ ഏത് എയർഫോഴ്സ് യൂണിറ്റിലേക്കാണോ അപേക്ഷ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിറ്റിൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് ഇതിവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റൽ അഡ്രസ്സ് ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലെ അഡ്രസ്സ് എഴുതി ചേർക്കുക. അക്നോളജ്മെൻറ്റ് കാർഡിൽ തസ്തികയുടെ പേര് കൂടാതെ സീരിയൽ നമ്പർ 1 to 3 ഫില്ല് ചെയ്ത് ഫോട്ടോ പേസ്റ്റ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വേണം അപേക്ഷ അയക്കാൻ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഒരു ദിവസമായിരിക്കും എല്ലാ തസ്തികകൾക്കും പരീക്ഷ നടക്കുന്നത്. അതുപോലെ നമ്മൾ അപേക്ഷ അയക്കുന്ന എയർഫോഴ്സ് യൂണിറ്റിൽ തന്നെ പരീക്ഷാ സെൻറ്റർ കിട്ടണമെന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് നോക്കി അപേക്ഷകൾ കൂടുതൽ ഉള്ള സ്ഥലത്ത് ആയിരിക്കും ചിലപ്പോൾ പരീക്ഷാ കേന്ദ്രമായി ലഭിക്കുന്നത്. നല്ല ശമ്പളത്തോടെ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നെത്തിയിരിക്കുന്ന സുവർണാവസരമാണിത്. കേരളത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് സതേൺ എയർ കമാൻഡ് തിരുവനന്തപുരത്തേക്ക് നിശ്ചിത സർവീസ് കഴിഞ്ഞ് സ്ഥലം മാറ്റം കിട്ടാൻ പറ്റുന്ന തസ്തികകളാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്